നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ആളിക്കത്തി ജനരോക്ഷം. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ വൻ പ്രതിഷേധം. പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. ജനപ്രതിനിധികൾക്ക് നേരെ കുപ്പിയേറ്. പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. പ്രതിഷേധത്തിൽ കേസെടുക്കാൻ പോലീസ്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന് കണ്ണീരോടെ വിട ചൊല്ലി നാട്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ച സർക്കാർ. 20 വയനാട്ടിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി. സർക്കാരിനും വനമന്ത്രിക്കും നിഷ്ക്രിയ മനോഭാവമെന്ന് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കും. KK ശൈലജ വടകരയിലും MV ബാലകൃഷ്ണൻ കാസർഗോഡും മത്സരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം നിയമപരമെന്ന് കർണാടക ഹൈക്കോടതി. തടയാനോ റദ്ദാക്കാനോ കഴിയില്ല. അന്വേഷണം പൊതു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. വീണയുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ വിധിപ്പകർപ്പ് കേരള വിഷൻ ന്യൂസ്. ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാക്പോര് തുടരുന്നു. സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമില്ലെന്ന് ഗവർണർ. സെനറ്റ് സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ വേദിയെന്ന് R ബിന്ദു. VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകില്ലെന്ന് കേരള സർവകലാശാല. 3, 2, 1. A perfect lift off. GSLV F-14 inside 3DS progressing towards its destination. ISROയുടെ കാലാവസ്ഥാ ഉപഗ്രഹം നോട്ടി ബോയ് ഭ്രമണപഥത്തിൽ. ഇൻസാറ്റ് 3DSന്റെ വിക്ഷേപണം വിജയകരം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ പുൽപ്പള്ളിയിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം. MLAമാർക്ക് നേരെ കുപ്പിയെറിഞ്ഞു. വനംവകുപ്പ് വാഹനത്തിന് നേരെയും പ്രതിഷേധം. പോലീസ് ലാത്തി വീശി. പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു.